ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയ അല്ലേ, അതിൻ്റെ ഭാഷ കൊണ്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ പോലെ പല മക്കളും ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് രസകരമായ രീതിയിൽ മക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലേ, കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നത്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ പാഠം പഠിച്ച് അല്ലേ ഫുൾ മാർക്ക് വാങ്ങാനും നമുക്ക് സാധിക്കണം കേട്ടോ. അപ്പോൾ ഉഷാറായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്ന പാഠഭാഗം. എന്താണ് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു യുദ്ധം അവസാനിച്ചതിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ചാണ് അല്ലേ പറയുന്നത്. അപ്പോൾ മഹാഭാരതത്തെ ആസ്പദമാക്കി ഭാരത പര്യടനം എന്ന് പറയുന്ന കൃതിയിൽ നിന്നുമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ യുദ്ധത്തിന്റെ പരിണാമം എടുത്തിരിക്കുന്നത്. ഇനി ആരാണ് ഈ ഭാരത പര്യടനം എഴുതിയ ആള് അറിയാമോ? ആരാന്നറിയാമോ? കുട്ടിക്കൃഷ്ണ മാരാർ എന്ന് പറയുന്ന മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഷാശാസ്ത്രജ്ഞനാണ് അല്ലെ, സാഹിത്യ നിരൂപകനാണ് അല്ലെ, അങ്ങനെ ഒരുപാട് അല്ലെ പ്രത്യേകതകളുള്ള ഒരാളാണ് കുട്ടിക്കൃഷ്ണ മാരാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാരത പര്യടനം എന്ന് പറയുന്ന കൃതിയിൽ നിന്നുമാണ് അല്ലെ എന്തെടുത്തിരിക്കുന്നത്? യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന പാഠഭാഗം. ഇത് എന്തിനെ ആസ്പദമാക്കിയിട്ടാണെന്ന് ടീച്ചർ പറഞ്ഞു? മഹാഭാരതം അല്ലെ. എന്തിനെ ആസ്പദമാക്കിയിട്ടാണ്? മഹാഭാരതം അല്ലെ. നമ്മൾ ചെറിയ ചെറിയ കാർട്ടൂണുകളിലായിട്ടും കഥകളായിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മഹാഭാരതത്തിലെ കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്തിനാ അപ്പോൾ മഹാഭാരതത്തെയൊക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലേ? അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഗ്രന്ഥമായിട്ടൊക്കെയാണ് അല്ലേ, പ്രത്യേക മതത്തിൻ്റെ ഗ്രന്ഥമായിട്ടൊക്കെയാണ് പല ആളുകളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾ വിദ്യാർത്ഥികൾ അതിനെ കാണേണ്ടത് അല്ലേ. മഹാഭാരതം, രാമായണം പോലെയുള്ള കൃതികളൊക്കെ നമ്മൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അതെന്താണ്? അത് സാഹിത്യ കൃതികളാണ്. എന്താണ്? സാഹിത്യ കൃതികളാണ്. അനേകം കഥാപാത്രങ്ങളുള്ള പല കഥാസന്ദർഭങ്ങളുള്ള വളരെ ബൃഹത്തായിട്ടുള്ളൊരു സാഹിത്യമാണ്, ഇതിഹാസമാണ് എന്ത് മഹാഭാരതം അല്ലെങ്കിൽ രാമായണം പോലെയുള്ള കൃതികൾ. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ലോക സാഹിത്യത്തിൽ നാല് ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്. എവിടെ? മൊത്തം അല്ലെ ലോക സാഹിത്യത്തിലാണ് 4 ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്. എത്രയാണ്? 4 ഇതിഹാസങ്ങൾ. ഏതൊക്കെയാണെന്നറിയോ? 1 നമ്മുടെ രാമായണം, 2 മഹാഭാരതം, പിന്നെ യവന ഇതിഹാസങ്ങളായിട്ടുള്ള ഇലിയഡും ഒഡീസിയാണ്. ഏതൊക്കെയാണ്? ഇലിയഡും ഒഡീസിയാണ്. അപ്പോൾ ടീച്ചർ എന്താണ് ഈ പറയുന്നതെന്നൊക്കെ ആലോചിക്കണ്ടാവും. അപ്പോൾ ടീച്ചർ പറഞ്ഞു വന്നത്, നമ്മൾ ഈ കൃതികളെയൊക്കെ എന്തായിട്ടാണ് കാണേണ്ടത്? സാഹിത്യ കൃതികളായിട്ട് നമ്മൾ കാണണം അല്ലെ. മഹാഭാരതവും രാമായണമൊക്കെ എന്താണ്? ലോക സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ഇതിഹാസങ്ങളാണ് കേട്ടോ. അപ്പോൾ അത്രയും ബൃഹത്തായിട്ടുള്ള കൃതികൾ എന്ത് ചെയ്യാണ്? നമ്മൾ പഠിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിലുള്ള കഥാസന്ദർഭങ്ങൾ, അതിലുള്ള ആളുകൾ, അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾക്കുള്ള പാഠഭാഗം എന്ന് പറയുന്നത് അല്ലെ എന്താണ്? യുദ്ധം, മഹാഭാരത യുദ്ധം അവസാനിച്ചതിന് ശേഷമുള്ള കാര്യത്തെയാണ് നമ്മളുടെ പാഠഭാഗത്തിൽ പറയുന്നത്. അതാണ് യുദ്ധത്തിന്റെ പരിണാമം അല്ലെ. യുദ്ധം അവസാനിച്ചതിന് ശേഷം എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ഏത് യുദ്ധത്തിന്റെയും അവസാനം എന്തായിരിക്കും അല്ലെ? ഭീകരമായിട്ട് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഓരോ യുദ്ധത്തിലും പങ്കെടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധം നമ്മൾ കണ്ടു. ലോകത്ത് മുഴുവൻ അല്ലെ പാലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ലോക യുദ്ധങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലെ. ഹിരോഷിമ, നാഗസാക്കി, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ ഏത് യുദ്ധമാണെങ്കിലും അല്ലെ, ഏത് തരത്തിലുള്ള യുദ്ധമാണെങ്കിലും ആ യുദ്ധം അല്ലെ അവസാനിച്ചു കഴിഞ്ഞാൽ അല്ലെ, അത് ആർക്കും, അതിപ്പോൾ ജയിച്ച ആൾക്കാണെങ്കിലും ശരി, തോറ്റ ആൾക്കാണെങ്കിലും ശരി, യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്നത് എന്താണ്? നാശനഷ്ടങ്ങളായിരിക്കും, വേദനകളായിരിക്കും അല്ലെ. അപ്പോൾ എന്തിനാണ് മനുഷ്യരിങ്ങനെ അല്ലെ യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് എന്തല്ല? അടിപൊളി അടിപൊളി യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധത്തെ ഇങ്ങനെ വർണ്ണിക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ പുതിയ കാലത്ത് ഇറങ്ങുന്ന പല സിനിമകളുണ്ട് അല്ലേ, നമ്മുടെ ഈ പറയുന്ന എന്താ പറയാ ഈ ക്രൈമുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അടി കുത്ത് ചവിട്ടൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇങ്ങനെ റീസെന്റ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളത് കണ്ട് പലരും അത് അങ്ങനെയാണ് സ്വീകരിക്കുന്നത് അല്ലേ. അപ്പോൾ അതേ മോഡലിൽ പല ക്രൈമുകളും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. എന്നാൽ മഹാഭാരതം പോലെയുള്ള കൃതി എഴുതപ്പെട്ടത് എന്തിനല്ല? അടിപൊളി യുദ്ധമാണ് എന്ന് പറഞ്ഞ് കൈയടിക്കാൻ വേണ്ടിയിട്ടല്ല എന്ത് ചെയ്തത്? ഈ യുദ്ധത്തെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് മാരാർ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? യുദ്ധത്തിന്റെ പരിണാമം അല്ലെ. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അതേത് രാജാവായിക്കോട്ടെ, സാധാരണക്കാരാവട്ടെ, എതിർപക്ഷത്തും ജയിച്ചാളും തോറ്റാളും എല്ലാ ആൾക്കും എന്താണ്?
അത് ഈക്വലി അല്ലെ, അത് തുല്യമായ രീതിയിൽ എന്ത് സംഭവിക്കുന്നു, നഷ്ടം, വേദനകൾ ബാക്കി വെക്കുന്നതാണ് അല്ലെ. അപ്പൊ യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും വിനാശമാണ്, അത് നല്ലതിനുള്ള വഴിയല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, മഹാഭാരതം പോലെയുള്ള യുദ്ധങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ വ്യാസനാണ്, വ്യാസരചിതമായിട്ടുള്ളതാണ് മഹാഭാരതം. അപ്പൊ വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മഹാഭാരതത്തിൽ നമുക്ക് കാണാം. മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്തും ഉണ്ടാവില്ല. അപ്പൊ അത്രയും ബൃഹത്തായിട്ടുള്ളതാണ്, അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മഹാഭാരതത്തില്, അത്ര ബൃഹത്തായിട്ടുള്ള അത്ര സമഗ്രമായിട്ടുള്ള ഒന്നാണ് എന്ത് മഹാഭാരതം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പഞ്ചമവേദം എന്താണ്, പഞ്ചമവേദം എന്നെന്ത് അറിയപ്പെടുന്നുണ്ട്, നമ്മളുടെ മഹാഭാരത യുദ്ധം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പഞ്ചമവേദം എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ മഹാഭാരതത്തെ എന്ത് ചെയ്യാണ്, മഹാഭാരത യുദ്ധത്തെ അല്ലെങ്കിൽ അതിലുള്ള കഥാപാത്രത്തെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടെ എന്ത് ചെയ്യുന്നു, മനസ്സിലായോ? ഇതിൽ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടില്ലേ, അശ്വത്ഥാമാവുണ്ട് അല്ലെ, ദ്രൗണി എന്നറിയപ്പെടുന്നു, ദൃഷ്ടദ്യുമ്നനുണ്ട്, കൃഷ്ണനുണ്ട്, യുധിഷ്ഠിരനുണ്ട്, അർജുനനുണ്ട്, ഭീമനുണ്ട്, സഹദേവൻ, നകുലൻ അല്ലെ, കർണൻ അല്ലെ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഈ കഥാപാത്രങ്ങളെയൊക്കെ എന്ത് ചെയ്യാണ്, അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടെ വിലയിരുത്തുകയും, ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ടീച്ചർ പറയുന്നത് കേട്ടോ. അതായത് മഹാഭാരതത്തിലുള്ള കഥാസന്ദർഭത്തിലുള്ള കഥാപാത്രങ്ങൾ എന്ത് ചെയ്യാണ്, അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടെ വിലയിരുത്തുകയും അവരുടെ ശക്തി ദൗർബല്യത്തെ ആവിഷ്കരിക്കുകയുമാണ് ചെയ്യുന്നത്. എന്താണ്, അവരുടെ ശക്തി ദൗർബല്യത്തെ ആവിഷ്കരിക്കുകയുമാണ് ആര് ചെയ്യുന്നത്, മഹാഭാരതത്തില് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന പാഠഭാഗത്തിലൂടെ മാരാര് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സിനിമ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമ്മള് പുതിയൊരു സിനിമ ഏതാണ്, ഇപ്പൊ നിങ്ങളെല്ലാം എന്ത് സിനിമ, എന്ത് ക്ലബ്ബായിരുന്നു, റൈഫിൾ ക്ലബ്ബോ, ടീച്ചറെ പേര് മറന്നു, റൈഫിൾ ക്ലബ് അല്ലേ, അല്ലടാ ഒന്ന് നോക്കാം, റൈഫിൾ ക്ലബ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ റൈഫിൾ ക്ലബിലെ, റൈഫിൾ അല്ലടാ, റൈഫിൾ ക്ലബ്ബ് തന്നെയാണ് അല്ലെ. ഈ റൈഫിൾ ക്ലബിലെ ഇപ്പൊ നമ്മൾ എന്താണ്, രണ്ട് ഭാഗത്തും ആളുകൾ നന്നായിട്ട് വയലൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാ ആളുകളും ഗുണ്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ വില്ലൻ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, കൈയടിക്കുന്നത് അല്ലെ. അപ്പൊ അതേ സ്ഥാനത്ത് വില്ലന്മാരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിലോ അവരുടെ സഹോദരനെ അല്ലെ അപകടപ്പെടുത്തിയതിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ അല്ലെ. അപ്പൊ അവരുടെ ഭാഗത്ത് നോക്കുമ്പോഴും ന്യായമുണ്ട് അല്ലെ. അപ്പൊ ടീച്ചർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടീച്ചറുടെ അഭിപ്രായ പ്രകാരം എന്താണ്, രണ്ട് ഭാഗത്തും അല്ലെ, ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ചടാവടേ എന്ന് വെടിവെച്ച് കൊല്ലുകയാണ് അവിടെ ആളുകൾ, തിരിച്ചപ്പുറം അങ്ങനെയും അല്ലെ. അപ്പൊ എല്ലാ ഭാഗത്തും എന്താണ്, ശരിയും തെറ്റുകൾ ഉണ്ടാവും അല്ലെ, നമ്മൾ ഏത് ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ മഹാഭാരതത്തെ അല്ലെ നമ്മൾ സിനിമയൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കൃതിയൊക്കെ വായിക്കുന്ന സമയത്ത് അതിലൊരു നായകനുണ്ടാവും, ഒരു പ്രതിനായകനുണ്ടാവും. അപ്പൊ കാലങ്ങളായിട്ട് നമ്മൾ മഹാഭാരതത്തിലുള്ള കഥാപാത്രങ്ങൾ എന്താണ്, ഇപ്പോ യുധിഷ്ഠിരൻ അല്ലെ, അർജുനൻ, സഹദേവൻ, നകുലൻ, ഭീമൻ, ഇവരൊക്കെയാണ് നമ്മൾ നായകൻ, കൃഷ്ണൻ അല്ലെ, ഇവരെയൊക്കെയാണ് നമ്മൾ നായകന്മാരായി നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ. ദുര്യോധൻ അല്ലെ വളരെ ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവാണെന്ന് പറയുന്നു അല്ലെ. അതേപോലെ കർണൻ അല്ലെ, അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രതിനായക പക്ഷത്താണ് നിർത്തുന്നത് അല്ലെ. പാണ്ഡവരാണ് ഭയങ്കര നല്ല ആൾക്കാര്, അവരാണ് എന്താണ് പിന്നെ ആരായിട്ട് നിൽക്കുന്നത്, അവരാണ് നമ്മളുടെ കൃതിയിൽ അല്ലെ വളരെ പ്രധാനപ്പെട്ട നായക പരിവേഷത്തിലുള്ള കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നതൊക്കെ ആരാണ്, ഈ നായകന്മാർ അല്ലെങ്കിൽ പാണ്ഡവരെയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ കൗരവരെ എന്താണ്, ദുഷ്ടന്മാരായിട്ട് വില്ലന്മാരായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വായിക്കുമ്പോൾ എന്താണ്, നമ്മൾ കണ്ടിട്ടുള്ള കാർട്ടൂണുകളിലൊക്കെ അങ്ങനെയാണ്. എന്നാൽ നമ്മളുടെ കൃതിയിൽ അല്ലെ, യുദ്ധത്തിന്റെ പരിണാമത്തിൽ അല്ലെങ്കിൽ ഭാരത പര്യടനത്തിലൂടെ കുട്ടിക്കൃഷ്ണമാരാർ എന്ത് ചെയ്യാണ്, പ്രതിനായക അല്ലെ സങ്കല്പത്തെ എന്താണ് മാറ്റുകയാണ് അല്ലെ. എന്താണ് പ്രതിനായക സങ്കല്പം, എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ദുര്യോധനൻ അല്ലെ, ദുര്യോധനനെ ദുഷ്ടനായിട്ടാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്, ദുഷ്ടനായിട്ടാണ് അല്ലെങ്കിൽ വില്ലനായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ. ആ ദുഷ്ടന്റെ ഉള്ളിലും എന്താണ്, ഒരു നായക ഹൃദയമുണ്ട് അല്ലെ. ഇപ്പൊ കർണനെ അത്രയും മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ, ദുര്യോധനെ അത്രയും അല്ലെ മനോഹരമായിട്ട് ആരെ അവതരിപ്പിച്ചിട്ടുണ്ട്, ദുര്യോധനനെയും അല്ലെ. എന്താണ്, അദ്ദേഹം എല്ലാ കാലത്തിലും അല്ലെ പ്രത്യയ സ്ഥൈര്യം അല്ലെ, എന്താണ് സ്വപ്രത്യയ സ്ഥൈര്യം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഉപമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു നായകനായിട്ടാണ് ആരെ കാണുന്നത്, ദുര്യോധന. കാരണം അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, രണ്ടാമതൊന്ന് വിശകലനം ചെയ്യല്ലേ, ഒന്ന് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുകയാണ് ഈ കൃതിയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ യുദ്ധത്തിന്റെ പരിണാമത്തിൽ എന്തൊക്കെ ചെയ്യുന്നു, നമ്മളുടെ മഹാഭാരതത്തിലുള്ള കഥാസന്ദർഭങ്ങളിലൂടെ എന്ത് ചെയ്യാണ്,
ആ കഥാപാത്രത്തെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ വിലയിരുത്തുന്നു. ആ കഥാപാത്രങ്ങളുടെ ശക്തി ദൗർബല്യത്തെ അല്ലെ അവരെന്താ ഏതാന്നൊക്കെ ഉള്ളതൊക്കെ എന്ത് ചെയ്യാണ് പറയുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? പ്രതിനായക സങ്കല്പം. അപ്പൊ വില്ലന്മാരെയും നായകന്മാരെയും ഒക്കെ എന്ത് ചെയ്യാണ് സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുന്നു വിശകലനം ചെയ്യുകയാണ് നമ്മളുടെ ഈ പാഠത്തിൽ കേട്ടോ. അപ്പോൾ എന്താണ് യുദ്ധത്തിന്റെ പരിണാമം? ആത്യന്തികമായിട്ടുള്ള ഒരു വിജയം ഒരു യുദ്ധവും തരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പോൾ ചിലർക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ആരാണ് കൃഷ്ണൻ, ആരാണ് പിന്നെ യുധിഷ്ഠിരൻ, അല്ലെ ആരാണ് നകുലൻ, അല്ലെ എന്തിനാ ഇപ്പൊ മഹാഭാരത യുദ്ധം നടന്നത്? അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. ഇപ്പൊ എന്തിനാ യുദ്ധം, എന്തിനാണ് എന്തിനായിരിക്കും യുദ്ധം നടന്നത് അല്ലെ? യുദ്ധം നടന്നതിനൊരു കാരണം ഉണ്ടാവില്ലേ? കൗരവരും പാണ്ഡവരും യുദ്ധം ചെയ്തതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഇല്ലേ? അശ്വത്ഥാമാവ് ആരുടെ പക്ഷത്താണ്? കൗരവരുടെ പക്ഷത്താണോ പാണ്ഡവരുടെ പക്ഷത്താണോ? ആരുടെ പക്ഷത്താണ്? കൗരവരുടെ പക്ഷത്താണ്. ഇപ്പൊ ആരാണ് കൗരവർ, ആരാണ് പാണ്ഡവർ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. സംശയം വേണ്ട, ടീച്ചർ പറഞ്ഞുതരാം. അതായത് വരച്ച് കാണിക്കാം അല്ലെ. ഞാൻ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരാളാണ്, നിങ്ങൾക്കറിയാലോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ചിത്രം വരയ്ക്കും. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ഇതാണ് ഹസ്തിനപുരം എന്ന് പറയുന്ന രാജ്യം. ഏതാണ്? ഹസ്തിനപുരം. ഓക്കെ, അപ്പൊ രാജ്യമാവുമ്പോൾ അവിടെ ആരുണ്ടാവണടാ? സ്വാഭാവികമായിട്ടും ആരുണ്ടാവണം? ഒരു രാജാവ് ഉണ്ടാവണം അല്ലെ. അവിടെയും ഉണ്ട് ഒരു രാജാവ് അല്ലെ. രാജാവിന് കയ്യും കാലും ഒരു കിരീടമൊക്കെ വരച്ചു കൊടുക്കാം നമുക്ക്. രാജാവുണ്ട്. രാജാവിന്റെ പേരെന്താണ്? എന്താണ് രാജാവിന്റെ പേര്? ധൃതരാഷ്ട്രർ. എഴുതാം നമുക്ക്. ധൃതരാഷ്ട്ര. മൂപ്പരുടെ ഭാര്യയാണെടാ ഗാന്ധാരി അല്ലെ. കണ്ണൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുള്ള, അതായത് ഭർത്താവിന് കാണാത്ത കാഴ്ചകൾ എനിക്ക് കാണാന്നൊക്കെ പറഞ്ഞ് അല്ലെ ഗാന്ധാരി വിലവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ ധൃതരാഷ്ട്ര ഭാര്യയാണ് ആര്? നമ്മളുടെ ഗാന്ധാരി കേട്ടോ. അപ്പൊ ഇവര് രണ്ടു പേർക്കും ഒരുപാട് മക്കളുണ്ട്. എത്ര മക്കളുണ്ട്? 101 മക്കളുണ്ട് ഇവർക്ക് കേട്ടോ. അപ്പൊ ഈ ധൃതരാഷ്ട്രയുടെ അനിയനാണ് ആര്? പാണ്ഡു. ആരാണ്? പാണ്ഡു അല്ലെ. പാണ്ഡു. ഓക്കെ, അപ്പൊ ഹസ്തിനപുരത്തെ രാജാവാണ് ധൃതരാഷ്ട്രയുടെ ഭാര്യയാണ് ഗാന്ധാരി. ഇവർക്ക് എത്ര മക്കളുണ്ട്? 101 മക്കളുണ്ട് കേട്ടോ. അപ്പൊ ഇവരാണ് ആര്? കൗരവർ. ഈ മക്കളും അല്ലെ ഇവരുടെ മക്കളും ആണ് എന്ത്? ഇവരുടെ മൂത്ത മകനാണ് ആര്? മറ്റേ ആരടാ? ദുര്യോധനൻ കേട്ടോ. ദുര്യോധനാണ് മകൻ. അവനാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നത്? അടുത്ത രാജാവായിട്ട് വരുന്നത്. അപ്പൊ അവരാണ് ആര്? കൗരവര്. മനസ്സിലായോ? കൗരവര്. ഈ ദുര്യോധനന്റെ പക്ഷത്ത് ആരൊക്കെ ഉള്ളത്? അശ്വത്ഥാമാവുള്ളത് അല്ലെ. ഒക്കെ ആരുടെ പക്ഷത്താണ്? മരിച്ചു വീഴുന്ന കൊലകൊമ്പന്മാരൊക്കെ ഉള്ളത് ആരുടെ കൂട്ടത്തിലാണ്? കൗരവരുടെ കൂട്ടത്തിലാണ്. ഇനി നമുക്ക് പാണ്ഡവരുടെ ഭാഗത്തേക്ക് വരാം. അപ്പൊ ധൃതരാഷ്ട്ര അനിയനാണല്ലോ പാണ്ഡവര്. അപ്പൊ പാണ്ഡവരുടെ മക്കളാണ് ആര്? പാണ്ഡുവിന്റെ മക്കളാണ് പാണ്ഡവര്. ആരൊക്കെയാണ് പാണ്ഡവര്? ആരൊക്കെയാണ്? ഇനി പാണ്ഡുവിന് ഈ മക്കൾ ഉണ്ടായതിന്റെ ഒരു കഥയുണ്ട് അല്ലെ. അപ്പൊ ഈ രാജാവ് ധൃതരാഷ്ട്രാണ് രാജാവ്. അപ്പൊ ഈ ഹസ്തിനപുരത്തിൽ എന്താണ്? ഈ പാണ്ഡവർ പറയാണ് ഞങ്ങൾക്കും കൂടെ എന്ത് ചെയ്യണം? രാജ്യത്തിന്റെ പകുതി അവകാശം ഞങ്ങൾക്കും കൂടെ തരണം എന്നാര് പറയാണ്? പാണ്ഡവർ പറയാണ്. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു എന്ത്? തരില്ല. നിങ്ങൾക്ക് എന്തിനാ തരേണ്ട ആവശ്യം? അപ്പൊ എന്താണ്? ന്യായമല്ലേ? പാണ്ഡവർക്കും കൂടെ അവകാശപ്പെട്ടല്ലേ? അച്ഛന്റെ ഏട്ടനല്ലേ രാജാവ്. അപ്പൊ അച്ഛന്റെ തറവാട് സ്വത്തല്ലേ. അപ്പൊ അവർക്കും രാജ്യത്തിൽ അവകാശം ഉണ്ടാവണല്ലോ അല്ലെ. അപ്പൊ അവിടെയാണ് നമ്മളുടെ അടുത്ത കഥ വരുന്നത് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് പാണ്ഡവർക്ക് അവകാശമില്ലാത്തത്? എന്തുകൊണ്ടാണ് പാണ്ഡവർക്ക് അല്ലെ പാണ്ഡവരുടെ അമ്മയാണ് ആരടാ? കുന്തി ദേവി. ആരാണ്? കുന്തി ദേവി. അപ്പൊ കുന്തി ദേവിക്ക് കല്യാണത്തിന്റെ മുമ്പ് അല്ലെ, പാണ്ഡുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ദുർവാസാവ് എന്ന് പറയുന്ന ഒരു മഹർഷി അല്ലെ ഒരു വരം, ഒരു മന്ത്രം കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇഷ്ടമുള്ള ഏതെങ്കിലും ദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ദേവൻ ഉടനെ ഒരു കുഞ്ഞിനെ കൊടുക്കും അല്ലെ. ആ ദേവനിൽ ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളതാണ് മന്ത്രം. അപ്പൊ ഒരു ദിവസം കല്യാണത്തിന് മുമ്പ് കുന്തി ദേവി ഇങ്ങനെ ഒരു അല്ലെ വഴിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ സൂര്യഭഗവാൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. അപ്പൊ മൂപ്പത്തി വെറുതെ കൊള്ളാലോ സൂര്യഭഗവാന്, ഈ മന്ത്രം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാണ്? സൂര്യഭഗവാനെ നോക്കി മന്ത്രം ചൊല്ലി ദാ വരുന്നു ദിം തരികിടതവും. സൂര്യഭഗവാൻ താഴെ സൂപ്പർ സുന്ദരനായിട്ട് കുളിച്ച് കുറിയൊക്കെ തൊട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ആര്? കർണൻ കേട്ടോ. പാണ്ഡവരുടെ സഹോദരനാണ് ആര്? കർണൻ കേട്ടോ. കുന്തി ദേവിക്ക് ആദ്യം ഉണ്ടായ മകനാണ്. കല്യാണത്തിന്റെ മുന്നേ പ്രസവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ കുന്തി ദേവി എന്ത് ചെയ്യാണ്? കർണനെ പ്രസവിച്ച ശേഷം അല്ലെ ഒരു പേടകത്തിലാക്കി വെള്ളത്തിൽ ഒഴുക്കുകയാണ്. അങ്ങനെ കർണൻ എന്ത് ചെയ്യുന്നു? സൂതപുത്രനായിട്ട് അല്ലെ, സൂതൻ രാധയുടെ കയ്യിൽ കിട്ടുന്നു. രാധേയനായിട്ട്, രാധ വളർത്തുന്ന കുഞ്ഞായിട്ട് ആര് വളരുകയാണ്? കർണൻ വളരുകയാണ്. അത് വേറെ കഥ അല്ലെ, അത് പിന്നീട് ടീച്ചർ പറഞ്ഞത്. അത് നമുക്ക് പാഠത്തിൽ ഇപ്പോൾ പഠിക്കാനില്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്കത് കർണനെ തൽക്കാലം ഒഴിവാക്കാം. കർണൻ അങ്ങനെ ഒഴുകിപ്പോയി. അങ്ങനെ കുന്തി ദേവി ആരെ വിവാഹം കഴിച്ചു? പാണ്ഡുവിനെ വിവാഹം കഴിച്ചു. പാണ്ഡുവിനാണെങ്കിൽ പണ്ടൊരു വരം ലഭിച്ചത് കൊണ്ട് മൂപ്പർക്ക് സ്ത്രീ സമ്പർക്കം അല്ലെ നിഷിദ്ധമാണ്. മൂപ്പർക്ക് കുട്ടികളുണ്ടാവില്ല. അപ്പൊ പെട്ടില്ലേ, രാജഭരണമൊക്കെ ആർക്ക് കിട്ടും? അപ്പൊ എന്ത് ചെയ്തു?
വഴിയുണ്ട്. ആരുടെ കയ്യില്? കുന്തി ദേവിയുടെ കയ്യിൽ. പാണ്ഡുവിന് 2 ഭാര്യമാരാണ്. ആരൊക്കെയാ ഭാര്യമാര്? കുന്തി ദേവിയുണ്ട്, പിന്നെ ആരാണ്? മാദ്രി ഉണ്ട് കേട്ടോ. മാദ്രി 2 ഭാര്യമാരാണ്. അപ്പൊ 2 മന്ത്രം ആർക്കും പറഞ്ഞു കൊടുത്തു? മാദ്രിക്കും കുന്തി ദേവി പറഞ്ഞു കൊടുത്തു. അപ്പൊ മാദ്രിക്ക് അശ്വിനി ദേവന്മാരിൽ ഉണ്ടാകുന്ന മക്കളാണ് ആര്? നകുലൻ, സഹദേവൻ കേട്ടോ. സഹദേവൻ. കുന്തി ദേവിക്ക് ധർമ്മദേവനിൽ നിന്ന് ആരുണ്ടാവുന്നു? യുധിഷ്ഠിരൻ ഉണ്ടാകുന്നു. അതേപോലെ അല്ലെ വായു ഭഗവാനിൽ നിന്ന് ആരാണ്? ഭീമസേനൻ ഉണ്ടാകുന്നു. ആരിൽ നിന്നാണ്? ദേവേന്ദ്രനിൽ നിന്നാണ് ആരുണ്ടാവുന്നത്? അർജുനൻ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഈ 3 മക്കൾ അല്ലെ, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ അല്ലെ, അങ്ങനെ 5 മക്കളാണ് ആർക്കുള്ളത്? പാണ്ഡുവിനുള്ളത്. അപ്പൊ ഇത് നേരിട്ട് പാണ്ഡുവിന്റെ മക്കളല്ലല്ലോ. അപ്പൊ ആര് പറയാണ്? ദുര്യോധനൻ. ഇത് നിങ്ങളെ മക്കളൊന്നും അല്ലല്ലോ അല്ലെ. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ആളെ സ്വത്തിൽ അവകാശം തരൂല എന്ന് പറഞ്ഞാര്? ദുര്യോധനൻ അല്ലെ. അപ്പൊ പാണ്ഡവർ ചോദിച്ചു, 5 ഗ്രാമങ്ങളെങ്കിലും ഞങ്ങൾക്ക് തന്നൂടെ? ഒരു തരി പോലും നിങ്ങൾക്ക് തരില്ല എന്ന് ആര് പറഞ്ഞു? ദുര്യോധനൻ പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെയാണ് ഈ ഹസ്തിനപുരത്തിന് വേണ്ടിയിട്ട് ആര് യുദ്ധം ചെയ്യുന്നത്? പാണ്ഡവരും കൗരവരും യുദ്ധം ചെയ്യുന്നത്. അപ്പൊ യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? പല പല രാജ്യങ്ങളിലുള്ള ആളുകളും അതിൽ ചേരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാണ്? നമ്മളുടെ അല്ലെ പിന്നെ യാദവ രാജാവ് എന്ത് ചെയ്യുന്നു? ചേരുന്നു. കൗരവരുടെ കൂടെ പാണ്ഡവരുടെ കൂടെ കൃഷ്ണൻ ചേരുന്നു. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ ചേരുന്നു. അങ്ങനെ അതൊരു ഭീകര യുദ്ധമായിട്ട് എന്ത് ചെയ്യാണ്? മഹാഭാരത യുദ്ധം. എത്ര ദിവസത്തെ യുദ്ധമായിട്ടെന്നാണ് പാഠത്തിൽ പറയുന്നത്? 18 ദിവസത്തെ യുദ്ധമാണ് അല്ലെ. 18 ദിവസത്തെ യുദ്ധമായിട്ടാണ് തുടങ്ങുന്നത് അല്ലെ. ധർമ്മയുദ്ധം എന്നാണ്. എന്ത് ധർമ്മം അല്ലെ. ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് വെക്കുന്നുണ്ട് അല്ലെ. യുദ്ധത്തിന്റെ എന്താണ് പിന്നെ യുദ്ധധർമ്മങ്ങൾ പാലിക്കണം അല്ലെ. ഒരാൾ പിന്തിരിഞ്ഞോടുമ്പോൾ കൊല്ലാൻ പാടില്ല. ആനയെ പുറത്തിരിക്കുന്ന ആൾ ആനപ്പുറത്തിരിക്കുന്ന ആളുകളോടും അല്ലെ, താഴെ നിൽക്കുന്ന ആൾ താഴെ നിന്നോളും അല്ലെ, അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ആളെ, അങ്ങനെ പല പല ധർമ്മങ്ങൾ ആദ്യം പറയുന്നുണ്ടെങ്കിലും ഒരു ധർമ്മവും ആര് പാലിക്കുന്നില്ല? പാണ്ഡവരായാലും കൗരവരായാലും അല്ലെ. അപ്പൊ ചതിയിലൂടെ വഞ്ചനയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പാണ്ഡവര് യുദ്ധം വിജയിക്കുന്നത് അല്ലെ. അത് വളരെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നു? പാഠഭാഗത്ത് കുട്ടിക്കൃഷ്ണമാരാര് വിമർശിക്കുന്നുണ്ട് അല്ലെ. എന്നിട്ടോ നായക പക്ഷത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ വിമർശിച്ചിട്ട് പ്രതിനായക പക്ഷത്തുള്ള ദുര്യോധനൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. ആ ദുര്യോധനന്റെ കഥാപാത്ര സവിശേഷതകൾ എന്ത് ചെയ്യുന്നു? വളരെ മനോഹരമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധത്തിന്റെ പരിണാമത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വർത്തമാനകാല ലോക സാഹിത്യത്തിൽ യുദ്ധത്തിനെതിരായ സമാധാനത്തിന്റെ സന്ദേശം പകർന്നു തരുന്നതാണ് ആക്ച്വലി എന്ത്? നമ്മുടെ പാഠഭാഗം എന്ന് പറയാം അല്ലെ. യുദ്ധനീതിക്കെതിരായുള്ള ഭീമന്റെ കടന്നാക്രമണത്തിൽ തുടച്ചതഞ്ഞ് അല്ലെ, ഭീമൻ എന്ത് ചെയ്യാണ്? മുറ തെറ്റിച്ച കൊല്ലുന്ന ദുര്യോധനെ കേട്ടോ. കൃഷ്ണൻ കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ തൊടയിൽ അടിക്കാൻ വേണ്ടിയിട്ട്, ഗത കൊണ്ട് തൊടയിൽ അടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? യുദ്ധനീതിക്ക് എതിരായിട്ടാണ് ആരെ കൊല്ലുന്നത്? ദുര്യോധനെ കൊല്ലുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ചതഞ്ഞ് അല്ലെ മരണത്തെ കാത്തു കിടക്കുന്ന ദുര്യോധനിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ഓർമ്മയില്ലേ അല്ലെ? തല ചിന്നുമാറ് ഇങ്ങനെ മുടി ഇങ്ങനെ ഇട്ടടിച്ച് കരയുന്ന നിലവിളിക്കുന്ന ദുര്യോധനെ നമ്മൾ കണ്ടു അല്ലെ. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരിറ്റ ജീവൻ മാത്രമേ അദ്ദേഹത്തിനുള്ളിലുള്ളൂ. കഴുകനുണ്ട്, കുറുക്കന്മാരുണ്ട്, ചെന്നായ്ക്കളൊക്കെ ഇങ്ങനെ കൊത്തി വലിച്ചു തിന്നാൻ പാകത്തിനാണ് ആ രാജാവ് കിടക്കുന്നത് അല്ലെ. ആരാ കിടക്കണേ? രാജാവാണ് അല്ലെ. അപ്പൊ രാജാവായാലും ശരി, മന്ത്രിയായാലും ശരി, ആരായാലും ശരി അല്ലെ, യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് അവസ്ഥ എന്നാണ് ആര് കാണിക്കുന്നത്? നമ്മുടെ യുദ്ധത്തിന്റെ പരിണാമം. എന്നിട്ട് പാണ്ഡവരെന്തെങ്കിലും നേടുന്നുണ്ടോ അല്ലെ? വിജയം കൊണ്ടുവന്ന് അല്ലെ, കടൽ താണ്ടി വന്നപ്പോൾ കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി എന്ന് പറയുന്ന അവസ്ഥയാണ്. കടൽ കടന്ന് അത്രയും ഭീകരമായിട്ടുള്ള യുദ്ധമൊക്കെ തേടി വന്ന് കൈത്തോട്ടിൽ അല്ലെ സുഖമായിട്ട് നടന്നു പോകുന്ന വഴിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? മുങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് നമ്മളുടെ പാഠഭാഗത്ത് അല്ലെ. എന്തായിരുന്നു? ഇത്രയും വലിയ യുദ്ധമൊക്കെ ചെയ്ത് വന്നിട്ട് ഈ അശ്വത്ഥാമാവ് പാണ്ഡവ ശിബിരത്തിൽ കുടീരത്തിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാവരെയും ഞെക്കിയും ചവിട്ടിയും എറിഞ്ഞും ഒക്കെ കൊന്നു കളഞ്ഞ ഒരു സീനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ. നമ്മളെ മാർക്കോയൊക്കെ പോലെ എന്ത് ചെയ്യുന്നു? മാർക്കോ അല്ലെ സിനിമയിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഹീറോയിസ് ഒക്കെ ആണോ അത് അല്ലെ. അപ്പൊ അതുപോലെ അല്ലെ എന്ത് ചെയ്യുന്നു? മനുഷ്യരെ ഇങ്ങനെ കൊന്നൊടുക്കുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ടു അല്ലെ. ആര് വരുന്നത്? നമ്മുടെ അശ്വത്ഥാമാവ് ദ്രൗണി വരുന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ. ഇനി എന്ത് ചെയ്യാണ്? പാഠത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പൊ അങ്ങനെ മരണത്തെ കാത്തു കിടക്കുന്ന ദുര്യോധനന്റെ അടുത്തേക്ക് ആര് വരികയാണ്? കൃപ, കൃതവർമാവ്, അശ്വത്ഥാമാവ് ഒക്കെ എന്ത് ചെയ്യുന്നു? കൃപർ അല്ലെ ഒക്കെ എന്ത് ചെയ്യണ? ആരടുത്തേക്ക് വരികയാണ്? നമ്മളുടെ
ദുര്യോധനന്റെ അടുത്ത് വരികയാണ് അല്ലെ. അപ്പൊ രാജാവിന്റെ കിടപ്പ് കണ്ട് ഹൃദയം തകർന്നു പോയിട്ടുള്ള അല്ലെ ദ്രൗണി എന്ത് ചെയ്യുന്നു, ഞാൻ പ്രതികാരം ചെയ്യുന്നു, ശപഥം ചെയ്യാണ് അല്ലെ. എന്നിട്ട് അയാൾ പാണ്ഡവ കുടീരത്തിൽ പോവുകയും കൂടാരത്തിലുള്ള എല്ലാ ആളുകളെയും എന്ത് ചെയ്യാണ്, ഞെക്കിയും കൊന്നും ചവിട്ടിയും ഒക്കെ കൊല്ലുകയാണ് അല്ലെ. ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് തള്ളുന്ന സീനൊക്കെ നമ്മൾ വായിച്ചു അല്ലെ. അങ്ങനെ പകയുടെ പ്രതീകമായിട്ടുള്ള അശ്വത്ഥാമാവ് എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നു എന്ന് പറയുന്നു അല്ലെ. ആ കഥയുടെ പാഠഭാഗത്തിന്റെ അവസാനം അല്ലെ, ചിരഞ്ജീവിത്വം കൊടുക്കുകയാണ് ആർക്ക്, അശ്വത്ഥാമാവിന്. ശപിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ചിരഞ്ജീവിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ നല്ല അവസ്ഥയല്ലേ, മരിക്കൂലല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ സാധാരണ ഈ ചിരഞ്ജീവിത്വം സ്വീകരിച്ച ആളുകളൊക്കെ നന്മയുടെ രൂപമാണെങ്കിൽ ഇവിടെ ആരെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, തിന്മയുടെ പ്രതീകമായിട്ടാണ്, പകയുടെ പ്രതീകമായിട്ടാണ് അല്ലെ. പക എല്ലാ മനുഷ്യരിലും നിലനിൽക്കുന്ന കാലത്തോളം എന്താണ്, ഈ ചിരഞ്ജീവിയായിട്ട് ആരുമുണ്ടെന്നാ പറയുന്നത്, ദ്രൗണിയുമുണ്ട്, അശ്വത്ഥാമാവും ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഈ ഇതിഹാസ സന്ദർഭ വിശകലനത്തിലൂടെ മാരാരെന്ത് ചെയ്യാണ്, യുദ്ധത്തിന്റെ പരിണാമത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പാഠഭാഗത്തിൽ മഹാഭാരതത്തെ വിശകലനം ചെയ്യുന്നത്. ആദ്യം എന്താണ്, മരണാസന്നനായിട്ട് കിടക്കുന്ന അല്ലെ ദുര്യോധനന്റെ കിടപ്പ് കണ്ട് പാണ്ഡവ കുടീരത്തിലേക്ക് പോകുന്ന അശ്വത്ഥാമാവ്, കൃതവർമാവ്, അശ്വത്ഥാമാവ്, ഈ 3 പേരാ പോകുന്ന കാഴ്ചയാണ് ആദ്യത്തെ ഭാഗത്ത്. 2 പാണ്ഡവ ശിബിരത്തിൽ അശ്വത്ഥാമാവ് നടത്തുന്ന ക്രൂരവും പൈശാചികവുമായിട്ടുള്ള കൊലപാതകമാണ്. 3-ാമത്തെ ഭാഗം എന്താണ്, അശ്വത്ഥാമാവിനെ എതിരിടാനും ചൂടാമണി നേടിയെടുക്കാനുമുള്ള പാണ്ഡവരുടെ യാത്രയും ശ്രീകൃഷ്ണ ശാപത്താൽ പകയുടെ പ്രതീകമായിട്ടുള്ള അശ്വത്ഥാമാവ് കാട് കയറുന്നതുമാണ് നമ്മൾ എവിടെ കാണുന്നത്, 3-ാമത്തെ ഭാഗത്ത് കാണുന്നത്. ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് എന്തിന് വിശകലനം ചെയ്യുന്നത്, യുദ്ധത്തിന്റെ പരിണാമത്തെ അല്ലെ നമ്മുടെ പാഠഭാഗത്തിൽ എന്ത് ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത്. അപ്പൊ മക്കൾക്ക് മനസ്സിലായല്ലോ, പാഠം എന്താന്ന് മനസ്സിലായല്ലോ, ഈ കഥാപാത്രങ്ങൾ എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ, കഥാസന്ദർഭം മനസ്സിലായില്ലേ, ഇനി എന്തിനാ അവർ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഏറ്റവും ബേസിക് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങളൊന്ന് ടെക്സ്റ്റ് വായിച്ചു നോക്ക്, വളരെ ക്ലിയർ ആയിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് സിനിമ കാണുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും പഠിക്കട്ടെ. മലയാളം ഫസ്റ്റ് ഈ പാഠം ബുദ്ധിമുട്ടുള്ള ഒരുപാട് മക്കളുണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി വളരെ കുറച്ച് പഠിച്ചു തുടങ്ങിയോ നിങ്ങൾ, പാഠഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയോ, റിവിഷനൊക്കെ കഴിഞ്ഞോ നിങ്ങളുടെ, എവിടെയാണ്, എന്താണ് അവസ്ഥ അല്ലെ. 29, 30, 31, പിന്നെ ഫെബ്രുവരിയിൽ എന്തില്ല, 31 ഇല്ലല്ലോ, 28 ദിവസമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. പിന്നെ 3-ാം തീയതി മലയാളം ഫസ്റ്റ് തന്നെയാണ് നമ്മളുടെ ആദ്യത്തെ പരീക്ഷ അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യരുത്, ഒട്ടും സമയമൊന്നും വെറുതെ കളയരുത് കേട്ടോ. നല്ല സമയങ്ങളൊക്കെ നമുക്ക് വേണ്ടി കൂടെ ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് പഠിക്കുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ, ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒറ്റ കാര്യം കൂടെ ടീച്ചർ പറഞ്ഞുതരാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്താണ്, കഥാപാത്ര നിരൂപണം എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഒന്ന് ആരാണ്, ദുര്യോധനനാണ് അല്ലെ. ദുര്യോധനനാണ് ആരാണ് ദുര്യോധനൻ, രാജാവാണ് അല്ലെ. അപ്പൊ രാജാവ്, ക്ഷത്രിയ ധർമ്മം അല്ലെ, അതായത് 5 ഗ്രാമങ്ങൾ പോലും നിങ്ങൾക്ക് തരില്ല എന്ന് പറയുമ്പോൾ അല്ലെ, നമുക്ക് ആദ്യം ദുര്യോധന വായിക്കുന്ന ശ്രദ്ധിക്കുക, എന്തൊരു ജാടയാണ്, എന്തൊരു വൃത്തികെട്ടവനാണെന്നൊക്കെ നമുക്ക് തോന്നും അല്ലെ. പക്ഷേ തൻ്റെ ക്ഷത്രിയ ധർമ്മങ്ങൾ മുഴുവൻ പാലിക്കുന്ന അല്ലെ, അതായത് സ്വപ്രത്യയ സ്ഥൈര്യം എന്നുള്ള വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു ആര്, ദുര്യോധനൻ. തൻ്റെ ആരും അല്ലാത്തവർക്ക് അത് ഗ്രാമം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ദുര്യോധനൻ ചിന്തിച്ചതിൽ തെറ്റൊന്നുമില്ല അല്ലെ. കാരണം മരിക്കാൻ കിടക്കുമ്പോൾ പോലും എന്താണ്, എല്ലാ കർമ്മങ്ങളും ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്, കാരണം ബ്രാഹ്മണനായ ദ്രോണാചാര്യരുടെ മകനായിട്ടുള്ള ദ്രൗണിയെ സേനാധിപതിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ക്ഷത്രിയന്മാരാണ് അല്ലെ യുദ്ധം ചെയ്യുക അല്ലെ, ബ്രാഹ്മണര് പൂജ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആ ദ്രൗണിയെ സേനാധിപതിയാക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മം വരെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവസാന നിമിഷത്തിലും അല്ലെ. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ അല്ലെ ഒരു പ്രത്യേകതയായിട്ട് അല്ലെ, ക്ഷത്രിയ ധർമ്മം പാലിച്ച ഒരാളാണെന്ന് നമുക്ക് കാണാം അല്ലെ. സൗഹൃദത്തെ സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമാണ്. കർണനോടൊക്കെയുള്ള അടുപ്പത്തെ നമ്മൾ കണ്ടു അല്ലെ. മാതൃപിതൃ സഹോദര സ്നേഹമുള്ളവനാണ്. ആ മരണാസന്നനായി കിടക്കുന്ന സമയത്തും ആദ്യം അല്ലെ ദുര്യോധനൻ ആലോചിക്കുന്ന ആരെക്കുറിച്ചാണ്, തൻ്റെ സഹോദരിയായ ദുശ്ശളയെ കുറിച്ചാണ്. ഭാര്യയെക്കുറിച്ചോ മകനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഓർക്കുന്നതിനേക്കാൾ മുമ്പ് ദുര്യോധനൻ അല്ലെ, ആ ഹൃദയോന്നതി, ആ ഹൃദയത്തിന്റെ വിശാലത എന്ത് ചെയ്യണോ നമുക്ക് അവിടെ മനസ്സിലാവുകയാണ് കേട്ടോ. പിന്നെ ആഭിജാത്യവും ഹൃദയോന്നതിയുമുള്ള കഥാപാത്രമാണ്. വിധിയിൽ വിശ്വസിക്കുന്ന അല്ലെ, വിധിയെ കവച്ചു വെക്കതാവതില്ലല്ലോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട് അല്ലെ. ഇനി അടുത്ത കഥാപാത്രം അശ്വത്ഥാമാവാണ്. ദ്രൗണി എന്ന് പറയുന്നു.
ചിരഞ്ജീവികൾ അല്ലേ, മരണമില്ലാത്തവരിൽ ഒരാളാണ്, പകയുടെ പ്രതീകമാണ്, ക്രൂരതയുടെ മൂർത്ത രൂപമല്ല അല്ലേ, ഭയങ്കര എന്താ പറയാ ക്രൂരനായിട്ടുള്ള അത്രയും ഭീകരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള കൊലപാതകം ചെയ്തിട്ടുള്ള ഒരാളാണ്, പിതാവിനെ കൊന്നതിൽ പ്രതികാര ദാഹിയാണ് അല്ലെ. ദൃഷ്ടദ്യുമ്നനാണ് എന്ത് ചെയ്യുന്നത്, പിതാവ് ആരാണ്, പിതാവ് ദ്രോണാചാര്യർ, പാണ്ഡവരുടെയും കൗരവരുടെയും ഒക്കെ അധ്യാപകൻ ഗുരുനാഥനായിരുന്നു ആര്, ദ്രോണാചാര്യർ കേട്ടോ. അപ്പൊ ദ്രോണാചാര്യർ യുദ്ധം ചെയ്ത് അത്രയും വലിയ ഒരു ആളാണ് അല്ലെ, എന്താ പറയാ ഒരു 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 വലിയൊരാളായിരുന്നു അല്ലെ നമ്മളുടെ ദ്രോണാചാര്യർ. ഒരുപാട് കഥകളുണ്ട്, ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തരുന്നില്ല, പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ദ്രോണാചാര്യർ ഒരു തരത്തിലും തോപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കള്ളം പറയാണ് അല്ലെ. അപ്പോൾ യുധിഷ്ഠിരൻ എന്ത് ചെയ്യില്ല, കള്ളം പറയില്ലല്ലോ. അപ്പൊ യുധിഷ്ഠിര ശരിയാണോ എന്ന് ദ്രോണാചാര്യർ ആരോട് ചോദിക്കും, യുധിഷ്ഠിരനോട് ചോദിക്കും. അപ്പൊ യുധിഷ്ഠിരൻ പറയും എന്താണ്, അശ്വത്ഥാമാവ് അല്ലെ എന്ന ആന എന്നെന്ത് ചെയ്യുന്നു, കള്ളം പതുക്കെ പറയും, അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അശ്വത്ഥാമാവ് മരിച്ചു എന്നാണ് ദ്രോണാചാര്യർ കേൾക്കുന്നത്. അപ്പൊ ആയുധം താഴെ വെക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആരെ കൊന്നു കളഞ്ഞത്, ദ്രോണാചാര്യർ. അതുകൊണ്ടാണ് ദൃഷ്ടദ്യുമ്നനെ ഞെക്കി കൊന്നിട്ടുള്ളത് അല്ലെ. എന്താണ് ഗുരു അല്ലെ, ഗുരുവിനെ കൊന്ന ആളുകൾക്ക് എന്തില്ല അല്ലെ, ഗുരു ഘാതികൾക്ക് കുലപാംസന ലോകങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞെക്കിയിട്ടാണ് അല്ലെ. ആചാര്യ എന്നെ ശസ്ത്രം കൊണ്ട് കൊല്ലൂ എന്നൊക്കെ കരയുന്നുണ്ട് ദൃഷ്ടദ്യുമ്നൻ, പക്ഷെ ഞെക്കിയിട്ടാണ് ആരെ കൊന്നിട്ടുള്ളത്, നമ്മളുടെ ആരടാ, ദൃഷ്ടദ്യുമ്നനെ കൊന്നിട്ടുള്ളത് കേട്ടോ. എതിരാളിയുടെ വംശത്തെ അല്ലെ, പാണ്ഡവരുടെ വംശത്തെ അല്ലെ, ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും എന്ത് ചെയ്യണം, കൊന്നു കളയണം എന്ന് വാശി പിടിച്ചിട്ടുള്ള ഒരാളായിരുന്നു അല്ലെ, അത്രയും പകയുള്ള ഒരാളായിരുന്നു അല്ലെ. സൗഹൃദത്തെ കരുതി ആത്മസമർപ്പണം അല്ലെ. ഇപ്പൊ ദുര്യോധനന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. വ്യാസനോട് പക്ഷെ ആദരവുള്ള കഥാപാത്രമായിരുന്നു, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, കാരണം അതിനേക്കാൾ വലിയ ക്രൂരതയൊക്കെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇത്രയുമാണ് അല്ലേ യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ടീച്ചർക്ക് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട പാഠഭാഗമാണ്, കുറച്ച് സമയം ടീച്ചർ എടുത്തു അല്ലെ, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അല്ലെ. നമുക്ക് ആ ബാക്ക് സ്റ്റോറിയും കഥകളും ഒന്നും അറിയാത്തത് കൊണ്ടാണ് അതിപ്പോൾ ആരാ എന്താ എന്തിനാ യുദ്ധം എന്നൊന്നും നമുക്ക് മനസ്സിലാവാതെ അല്ലെ, ഒരു പുസ്തകത്തിന്റെ ഒരു ഭാഗത്തുള്ള ഒരു കാര്യം മാത്രം നമ്മൾ പഠിക്കണം, ആ പുസ്തകം എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല, അതിന്റെ ആദ്യം തുടക്കം അറിയാതെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ആർക്കായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇനി നിങ്ങളെ യുദ്ധത്തിന്റെ പരിണാമം എന്ത് ചെയ്യില്ല, ബുദ്ധിമുട്ടിക്കില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അഭിപ്രായമൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് വീണ്ടും കാണാം അല്ലെ, വേറെ വീഡിയോയിലൊക്കെ ആയിട്ട് ടീച്ചർ വരും. ഇനി ഏതാ പാഠം നോക്കിയാൽ ഷഡപടേന്ന് കമന്റ് ചെയ്യണം, പരീക്ഷ ആവാനായി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാലേ ടീച്ചർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം. അടിപൊളിയായിട്ടിരിക്കുക, സൂപ്പർ ആയിട്ടിരിക്കുക. ബൈ ടാറ്റ.